ചുവശ്ശേരിക്കാര് സംസാരിക്കാൻ വന്നപ്പോ അമ്മ ഒരു താല്പര്യവും കാണിച്ചില്ല. അമ്മയ്ക്കിതിൽ എതിർപ്പാണോന്ന് ഞങ്ങൾ ചോദിച്ചു. അമ്മ മറുപടി പറഞ്ഞില്ല. ഏട്ടത്തിക്ക് അത് സമ്മതാണെന്ന് പറഞ്ഞിരുന്നെങ്കിലേ അപ്പൊ തന്നെ ഞങ്ങളത് അവസാനിപ്പിക്കുമായിരുന്നില്ലേ? ഇനിയിപ്പോ ആ പ്രശ്നം തീർന്നല്ലോ. എനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് രണ്ടുപേർക്കും മനസ്സിലായല്ലോ. അതെ, ഇവരുടെ എതിർപ്പുകളും തർക്കങ്ങളും തീർക്കാൻ നോക്കിയാല് അതിനെ സമയം കാണും. വിവാഹത്തിന് ഇനിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കാൻ നോക്കും. സൂര്യ, വരുണിനും രാധികയ്ക്കുള്ള മുറിയൊരുക്കാൻ ആരെങ്കിലും പുറത്തുനിന്ന് വിളിക്കാന്നാ എനിക്ക് തോന്നുന്നത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ കൽപ്പനയും ചെറിയമ്മയും കൂടി ചെയ്തോളൂ. എന്താ കൽപ്പന? എനിക്ക് വിരോധമൊന്നുമില്ല. ചെറിയമ്മയ്ക്കോ? എനിക്കും വിരോധമില്ല. നന്നായടാ. സത്യത്തിൽ അത് തന്നെയാ അവർക്ക് രണ്ടുപേർക്കുള്ള ശിക്ഷ. മുടക്കാൻ നോക്കിയ കല്യാണത്തിന് മണിയറ ഒരുക്കുന്നതിന്റെ ചുമതല. ഒരു തെറ്റിൽ നിന്ന് ഒരു ശരിയിലേക്ക് സഞ്ചരിച്ച സുഖം, അതാ ഇപ്പൊ മനസ്സിന് തോന്നുന്നത്. അതിനിടയിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടു എന്നത് മാത്രമേ ഒരു വേദനയായിട്ട് ബാക്കി കിടക്കുന്നുള്ളൂ. എല്ലാവരും അത് മറക്കുകയല്ലേ ചെയ്യുന്നത്. നമുക്കും അങ്ങനെ തന്നെ ചെയ്യാം. അവനൊരിക്കലും ഇഷ്ടപ്പെടാത്ത പെൺകുട്ടിയെ അവനോട് സ്നേഹിക്കാൻ പറഞ്ഞ് കുറെ നിർബന്ധിച്ചു, കുറെ ബഹളവും വെച്ചു. ഒരു കാര്യമില്ലായിരുന്നു. ഇനിയെങ്കിലും അവൻ സമാധാനത്തോടെ സ്നേഹിക്കുന്ന പെൺകുട്ടിയായിട്ട് ജീവിക്കട്ടെ. ശ്വേത, എന്തൊക്കെയാണ് നിങ്ങളുടെ പുതിയ കണ്ടുപിടുത്തങ്ങൾ? പറയ്. പ്രിയങ്കയുടെ കൊലപാതകത്തിന്റെ നിർണായകമായ ചില വിവരങ്ങൾ കണ്ടെത്താൻ ഇന്ന് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കൂ. പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന ആളുകൾ നമുക്ക് തന്നിരിക്കുന്ന മൊഴി, പ്രിയങ്കയെ അവർ ബസ് സ്റ്റാൻഡിന് മുന്നിലായി ഇറക്കി വിട്ടുവെന്നാ. അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ അവർക്ക് അറിയില്ലെന്നുവാ പറയുന്നത്. എവ്വളവ് നേരമാ തൂങ്ങരുത്. സാപ്പിട വേണ്ടമാ. എനിക്ക് ഇനിയും ഉറങ്ങണം. നല്ല ക്ഷീണം. സാപ്പിട്ടിട്ട് തൂങ്ങമ്മാ. എഴുந்திരമ്മാ. എനിക്ക് വേണ്ട. எனக்கு நீ மட்டும்தான் இருக்கு. நீ சாப்பிடாம இருந்தா எனக்கு நிம்மதி கிடைக்குமா? சாப்பிடமா. சாப்பிடமா. മുമ്പ് അഡ്വക്കേറ്റ് ആരതി വർമ്മ ഇടപെട്ടിരുന്ന ഒന്ന് രണ്ട് കേസിലെ പോലീസ് ഓഫീസർമാരെ ഞാൻ വിളിച്ചിരുന്നു. മിന്നൽ നീക്കം, അതാണ് അവർ പ്രയോഗിച്ച വാക്ക്. ഒരു പ്രതീക്ഷയില്ലാതെ എല്ലാരും കോടതിയിൽ എത്തിയപ്പോ പോലും അവരെ ഞെട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അഡ്വക്കേറ്റ് ആരതി വർമ്മയ്ക്ക്. പ്രിയങ്കയുടെ ആളുകൾ പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയി വിട്ട സ്ഥലം വരെ അഡ്വക്കേറ്റ് ആരതി മനഃപ്പാടമാക്കിയിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ആളുകൾ പ്രിയങ്കയെ കൊണ്ടുപോയ ആ ദൂരമാണ് ഇനി ബാക്കിയുള്ളത്. CCTVകൾ ഒഴിവാക്കി വളരെ വിദഗ്ധമായ രീതിയിലാണ് കൊണ്ടുപോയിരിക്കുന്നെന്നാ താൻ പറഞ്ഞു. അത് സത്യമാണോ? അതെ. അഡ്വക്കേറ്റ് ആരതിയുടെ അന്വേഷണം അവിടം കൊണ്ട് നിൽക്കും. ഈ ചെയ്തവന്മാര് പ്രിയങ്ക ഏർപ്പാടാക്കിയ ഗുണ്ടകളെ പോലെ അവസാനം കോടതിയിൽ ഒന്ന് ചിരിച്ചോണ്ടിരിക്കോ? കോമാളികളും ക്രിമിനൽസും തമ്മിൽ വ്യത്യാസമുണ്ട് സാറേ. എന്തായാലും സാറ് ധൈര്യമായിട്ടിരിക്കെ. മറ്റൊരു മാർഗമില്ലെങ്കിൽ
ആ കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ നമുക്ക് റാഞ്ചാം. അഡ്വക്കേറ്റിന് എന്തുകൊണ്ട് പറ്റൂല? പണം കൊടുക്കുന്ന ഗുണ്ടകൾക്ക് ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അയാളെ അങ്ങ് പൊക്കിക്കോ എന്നേ പറയണ്ടൂ. അല്ലാതെ അയാളുടെ ഡിഗ്രി പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നോക്കാം സർ, പേടിക്കണ്ട. വേഗം മാമാ. சார் 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 சிலை வேணுமா சார்? நல்ல சிலை தான் சார். விலை கம்மியா இருக்கு சார். ஏதாச்சும் ஒரு சிலை எடுங்க சார். ஒரு சிலையாவது எடுங்க சார்.